തുടരുവാണല്ലോ. അവസാനം നമ്മൾ ലാലേട്ടനെ അല്ലേ വേറൊരു ആളുകൾക്ക് ആവേശ രൂപത്തിൽ കണ്ട. അപ്പോൾ എനിക്ക് തോന്നി തുടരും തരുൺമൂർത്തി ചെയ്തു വെച്ച ഒരു യുവത്വത്തിൻ്റെ ഒരു ആവേശവും പാഷനും ഒക്കെ ഒരു സംവിധായകനിൽ ലാലേട്ടൻ കണ്ടാണ്. പക്ഷെ ഇപ്പോൾ ഹൃദയപൂർവ്വത്തിലേക്ക് വരുമ്പോൾ പറഞ്ഞ പോലെ ഇത്രയും വർഷങ്ങളുടെ ഒരു തഴക്കവും പഴക്കവും ഒക്കെ ഉള്ള ഒരു സംവിധായകനാണ്. അനുഭവങ്ങളുടെ ഒരു വലിയ അല്ലെ ആഴം ഉള്ള ഒരു സംവിധായകനാണ്. അപ്പോൾ രണ്ട് സംവിധായകർ, രണ്ട് തോട്ട് പ്രോസസ്സിലുള്ള സംവിധായകർ, പക്ഷെ അവരെല്ലാം അവരുടെ സങ്കല്പം അല്ലെങ്കിൽ അവരുടെ കഥാപാത്രം ഒരാളിലാണ് പ്രതിഷ്ഠിക്കുന്നത്. അപ്പോൾ ഈ രണ്ടുപേരുടെ ഒരു സമീപനത്തിലെ വ്യത്യാസം ലാലേട്ടനെ എങ്ങനെ എൻജോയ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവരുടെ ഒരു സമീപനം ലാലേട്ടനെ എങ്ങനെയാണ് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്? സത്യൻ്റെ സിനിമകളെ കുറിച്ച് നമുക്ക് ഇത്രയും സിനിമകളുണ്ട് അറിയാം. തരുൺമൂർത്തിയെ കുറിച്ച് അങ്ങനെ അറിയില്ലായിരുന്നു. അപ്പം നമ്മൾ സിനിമ ചെയ്തു വരുമ്പോഴാണല്ലോ അദ്ദേഹത്തിന് ആ സിനിമയെക്കുറിച്ചുള്ളൊരു പാഷൻ, അതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്, ആ സിനിമ എങ്ങനെ വരണം എന്നുള്ള ആഗ്രഹം ഒക്കെ വെച്ചിട്ട് വളരെയധികം കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു ഡയറക്ടറാണ് അദ്ദേഹം. അദ്ദേഹം ഒരു ആർട്ടിസ്റ്റാണ്. അദ്ദേഹം 10-14 വർഷം കഥകളി പഠിച്ച ആളാണ്. അപ്പം അത് പെർഫോം എല്ലാം ചെയ്യുന്ന ആളാണ്. അപ്പം സിനിമയെക്കുറിച്ച് നല്ല സങ്കല്പമുള്ള ആളാണ്. ഇപ്പം ആ സിനിമയിൽ അതാണ് നേരത്തെ പറഞ്ഞ പോലെ പുതിയ തലമുറകളെ കുറിച്ച് അറിയാം. അതുകൊണ്ടാണ് ആ കുട്ടികളെ എങ്ങനെ പ്ലേസ് ചെയ്തിട്ട് അവരുടെ ഭാഷ, അപ്പം അതെല്ലാം ഒരു സിനിമയിൽ എന്തൊക്കെ വേണം, അല്ലെങ്കിൽ ആ കഥയ്ക്ക് അനുയോജ്യമായ എല്ലാ കാര്യങ്ങളും. അപ്പം നമുക്ക് കൂടുതൽ താല്പര്യം, എല്ലാ സിനിമയിൽ അഭിനയിക്കുമ്പോൾ താല്പര്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പാഷനും കൂടെ അതിൽ കാണുമ്പോൾ നമുക്ക് അതിലോട്ട് കൂടുതൽ ഇറങ്ങി ചെല്ലാൻ പറ്റും. തരുൺമൂർത്തി വളരെ കമ്മിറ്റഡ് ആയിട്ടുള്ള ഡയറക്ടറാണ്. അദ്ദേഹത്തിൻ്റെ അതിൻ്റെ മുമ്പുള്ള സിനിമകളും ഒക്കെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു സിനിമയിൽ ചെയ്യുന്നത്. അപ്പം ഒരു നല്ല സിനിമ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രയാസമുള്ള കാര്യമാണ്. എല്ലാം നന്നാകണം. അപ്പം എല്ലാം നല്ലതായ ഒരു സിനിമയാണ്. അപ്പം അദ്ദേഹത്തിന് മ്യൂസിക്കിനെ കുറിച്ച് ധാരണയുണ്ട്. അത് ആര് പാടണം, അത് ഒരു സീൻ ചെയ്യുമ്പം അത് വേണ്ട, ഇത് വേണം. അപ്പം നമ്മളൊരു കാര്യം പറഞ്ഞാൽ നല്ലൊരു കാര്യമാണെങ്കിൽ അത് സ്വീകരിക്കുകയും, അല്ലെങ്കിൽ അത് എന്തുകൊണ്ട് അത് വേണ്ടെന്ന് പറഞ്ഞ ഒരു ആക്ടറെ പറഞ്ഞ് മനസ്സിലാക്കുക എന്ന് പറയുന്ന ഒരു കമ്മിറ്റ്മെൻറ്റും കൂടെ ഡയറക്ടർക്കുണ്ട്. അതുള്ള ഒരാളാണ് തരുൺമൂർത്തി. ഇപ്പോൾ ഈ ഹൃദയപൂർവ്വത്തിലേക്ക് വന്നാൽ ഇപ്പം ലാലേട്ടൻ പറഞ്ഞ പോലെ പലരെയും നമുക്ക് റീപ്ലേസ് ചെയ്യാൻ ആളുകളില്ല, സത്യമാണ്. പക്ഷെ പുതിയ ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഈ പുതിയ അഭിനേതാക്കൾക്കൊക്കെ ലാലേട്ടനൊപ്പം സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യാൻ കഴിയുന്ന അവരൊരു വലിയ പ്രൗഡായിട്ടും സന്തോഷമായിട്ടും കാണുന്നതാണ്. അപ്പോൾ അവരുടെ ഉള്ളിലൊരു ഫയർ ലാലേട്ടൻ്റെ ഒരു മാജിക് കൊണ്ട് കുറച്ചും കൂടി ആളെ കത്തിക്കാനും ക്യാമറയ്ക്ക് മുന്നിൽ പറ്റും. അപ്പോൾ അത് ഈ ന്യൂജനും ആയാലും അല്ലെങ്കിൽ പഴയതായിട്ടുള്ള ഒരു എനർജിയുടെ ഗീവ് ആൻഡ് ടേക്ക് ഉണ്ടല്ലോ ലാലേട്ടൻ്റെ ഒരു മാജിക്. അതിപ്പോൾ ഈ പുതിയ ഹൃദയപൂർവ്വമൊക്കെ ചെയ്യുമ്പോൾ ലാലേട്ടൻ എങ്ങനെയാണ് ഫീൽ ചെയ്തത്? ഇപ്പോൾ പുതിയ ആളുകളൊക്കെ ആയിട്ട് എന്നോട് ചോദ്യം ചോദിച്ച ആൾക്കാരോട് പറഞ്ഞാണ്, ഞാൻ വന്ന സമയത്ത് മലയാള സിനിമയിൽ ഏറ്റവും വലിയ ആക്ടേഴ്സ് ഉള്ള സമയമാണ്. കൊട്ടാരക്കര അദ്ദേഹം, ഞാൻ SP പിള്ള സാറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, തിക്കുറിശി സാറ്, ശങ്കരാടി സാറ്, വടൽബാസ്, അങ്ങനെ. ഇപ്പം നിങ്ങൾ കാണുന്ന ഇപ്പോൾ ഒരു അത്യപൂർവമായിട്ടുള്ള കുറച്ച് പേരല്ലാതെ ബാക്കി എല്ലാവരുമായിട്ട് എനിക്ക് അഭിനയിക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് മലയാളത്തിൽ മാത്രമല്ല, തമിഴായാലും ശിവാജി ഗണേശൻ സാറായിട്ട്, അമിതാഭ് ബച്ചനായിട്ട്, നാഗേശ്വർ റാവു സാറുമായിട്ട്, അല്ലെങ്കിൽ രാജ്കുമാർ അദ്ദേഹമായിട്ടുള്ള നല്ല സൗഹൃദം. ഇവരെല്ലാവരും നമ്മളത്ര ഇഷ്ടപ്പെട്ട് സ്നേഹിച്ചാണ് കൊണ്ടുപോയത്. അപ്പോൾ അവരുടെ ഒരു ഓറയ്ക്കുള്ള അവരുടെ സ്നേഹത്തിൻ്റെ ഉള്ളിലാണ് ഞങ്ങളെപ്പോലുള്ള അന്ന് വന്ന ആൾക്കാർ വളർന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവരോട് സ്നേഹിക്കാതിരിക്കാൻ പറ്റില്ല. കാര്യം ഞങ്ങൾ എങ്ങനെയായിരുന്നു. അപ്പോൾ നമ്മളുള്ള ഒരാളെയാണ് അവരിൽ ഞങ്ങൾ കാണുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു അക്ലമറ്റൈസേഷൻ്റെ ഒരു കുഴപ്പമില്ല. ഞാൻ കുട്ടിക്കാലം മുതൽ എന്നെക്കാട്ടിലും വളരെ പ്രായമുള്ള ആൾക്കാരുമായിട്ട് നല്ല സൗഹൃദം ഉണ്ടായിരുന്നു, അതുപോലെ ചെറിയ ആൾക്കാരുമായിട്ട്. അതുകൊണ്ട് എനിക്ക് ആ ഒരു അതിലേക്ക് പോകാൻ പ്രയാസമുള്ളതല്ല. നമ്മളിലേക്ക് വന്നില്ലെങ്കിൽ നമുക്ക് അവരിലേക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റുന്നുണ്ട്. സത്യേൻ്റെ സിനിമയിൽ ഇപ്പോൾ സംഗീതം എന്നൊക്കെ പറയുന്ന ആൾ വലിയ റോളുകളാണ് ചെയ്തിരിക്കുന്നത്. അയാളെ ഏറ്റവും കംഫർട്ടബിളാക്കി കൊണ്ടുവരിക എന്ന് പറയുന്നത് എൻ്റെ ഒരു കടമ കൂടിയാണ്. അപ്പോൾ അതിലുള്ള ഒരാൾ മാത്രമല്ല, ബാക്കി ഏത് ആക്ടേഴ്സ് ആയാലും അങ്ങനെയാണല്ലോ സിനിമ നന്നാകുന്നത്. അപ്പോൾ എന്നോട് എങ്ങനെയായിരുന്നു എൻ്റെ സീനിയേഴ്സ്, പലപ്പോഴും ഈ റാഗിങ് പോലാണ്. എന്നെ കോളേജ് പഠിച്ചപ്പോൾ ഇയാൾ ഭയങ്കരമായിട്ട് റാഗ് ചെയ്തു, അതുകൊണ്ട് എനിക്ക് റാഗ് ചെയ്യണം എന്ന് പറഞ്ഞ് ചില ആൾക്കാർ പറയുന്നതായിരുന്നു. ഒരുപാട് വാർത്തകൾ. അതെ, പക്ഷെ അതുപോലെയല്ല, നമ്മളോട് വളരെ സൗഹൃദമായിട്ട് ഒക്കെ ആയിട്ടാണ് നമ്മുടെ സീനിയർ ആക്ടേഴ്സ് പെരുമാറിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും സ്നേഹത്തിൽ തന്നെ പെരുമാറാൻ സാധിക്കുള്ളൂ. അപ്പം അതിൻ്റെ ഒരു ഗുണം ആ സിനിമയിലുണ്ടാവും. ആ സ്നേഹം അവർക്ക് ആ സിനിമയിൽ നമ്മളോട് നൽകാൻ അവർക്കും പറ്റും. ഹൃദയപൂർവ്വത്തിൽ തന്നെ ഒരു ഫാഫ മെൻഷനും വേറെ ആളുകളൊക്കെ ഉണ്ട് കേട്ടോ മോനെ എന്ന് പറയുന്ന നമുക്കൊരു ടീസറെ കാണാൻ പറ്റും. അപ്പോൾ ലാലേട്ടൻ ഇപ്പോൾ ഈ അടുത്ത പല സിനിമകളിലും സെൽഫ് റിലേറ്റഡ് ആയ പല കാര്യങ്ങളും അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ലാലേട്ടൻ അതെങ്ങനെയാണ് തോന്നുന്നത്? ഇപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത കാര്യങ്ങളാണ് അതൊക്കെ ഇത്രയും വർഷങ്ങൾക്ക് ഇപ്പുറം വീണ്ടും വേറൊരു മോഡിൽ അത് അവതരിപ്പിക്കേണ്ടി വരുമ്പോൾ ബ്ലാക്ക് ഹ്യൂമർ പോലെയാണ് ചെയ്യുന്നത്.
നമുക്കറിയാം ഇത് ആൾക്കാർക്കൊരു രസമുണ്ടാകും. അപ്പം പിന്നെ ഒരു പുതിയ ജനറേഷനിൽ പൂനെയിലുള്ള ഒരു പയ്യനുമായിട്ടാണ് സംസാരിക്കുന്നത് ആ കഥയിൽ. അയാൾക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാവുന്ന ഒരു ആക്ടറാണ് ഫഹദ് ഫാസിൽ. അപ്പോൾ അയാൾ കണ്ടിരിക്കുന്ന ആവേശം, ആ സിനിമ ഈ സിനിമ എന്ന് പറയുമ്പം ഞാനൊരു പ്രേക്ഷകരനായിട്ടായിരിക്കാം സംസാരിച്ചിരിക്കുന്നത്, മോഹൻലാലായിട്ടല്ല. അല്ല, വേറെ ആക്ടേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു പരിഭവം അദ്ദേഹത്തിന് ഉണ്ടായി. അതൊരു ഫൺ ആണ്.